ഹായ് ഗ്യാസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാണ്. അതും തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാട് തെങ്കാശി. പുന്തല വഴി തമിഴ്നാട് തെങ്കാശി. അതൊരിത് തന്നെ. ഇന്നലെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ബിരിയാണി കഴിക്കാമെന്ന് കരുതി. ആ കടയിൽ ഒരു ബിരിയാണി കഴിക്കാൻ 10 പേരെങ്കിലും വേണ്ടി വരും. എന്നെ കൊണ്ട് പറ്റിയില്ല. ആ കടയിലെ അങ്കിളൊക്കെ പറഞ്ഞായിരുന്നു അത് ഫുള്ള് കഴിക്കുവാണെങ്കിൽ ഒരു പെപ്സി തരാമെന്ന്. ഒരു പെപ്സി പോയി, കഴിക്കാൻ പറ്റില്ല. നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു ബിരിയാണിയായിരുന്നു. പിന്നെ ഞങ്ങൾ പാർസലാക്കുമായിരുന്നു ചെയ്തത്. അത് നല്ല നല്ല അടിപൊളി ബിരിയാണിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ പോയപ്പോൾ അങ്ങോട്ട് അവിടെ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ കരുതി അവിടെ നിന്ന് കുറച്ച് നേരം ഇറങ്ങി നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന്. അങ്ങനെ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം ഇങ്ങോട്ട് കാച്ചി. പിന്നെ നമ്മളെന്തിനാ വെറുതെ ഫോണും കൊണ്ട് വന്നതല്ലേ. നല്ല രസമായിരുന്നു കേട്ടോ. മലയും കുന്നും എല്ലാം കൂടെ കാണാൻ. ആ കാണുന്ന വണ്ടികൾ പോകുന്ന വഴിയിലായിരുന്നു നമുക്ക് പോകാനുള്ള. ഇനി നമ്മൾ ഇതുവഴിയൊക്കെ ഇറങ്ങി അങ്ങ് പോകും. ഇതാണ് എസ് പോലുള്ള വളവ്. ഇതിനെ എസ് പോലുള്ള വളവെന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എസ് പോലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എസ് വളവെന്ന് പറയുന്നത്. നമ്മൾ എസ് വളവിലൂടെയൊക്കെ പതിയൊക്കെ ഇറങ്ങി. വലിയ ലോറികളൊക്കെ വന്നപ്പോൾ ഭയങ്കര പാടായിരുന്നു ലോറിയൊക്കെ ആ വളവ് തിരിക്കാൻ. കയറ്റിയിട്ട് വീണ്ടും ഇച്ചിരി ബാക്കിലോട്ട് ഇറക്കിയിട്ടൊക്കെയായിരുന്നു അവർ എസ് വളവിൻ്റെ ആ ഒരു വളവ് കയറി വരുന്നതൊക്കെ വലിയ ലോറീസൊക്കെ. പക്ഷെ അല്ലാതെ കാറുകൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. കാറുകൾക്കൊക്കെ സിമ്പിളായിട്ട് പോകാമായിരുന്നു ഉള്ളൂ. നമ്മളങ്ങനെ എസ് വളവൊക്കെ ഇറങ്ങി എന്താ പറയുക, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാട് എത്തിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കൂടി വന്നത്. കാരണം ആ വില്ലും മലയും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു ഭംഗിയാണ്. നല്ല രസമായിരുന്നു കാണാൻ. നമ്മൾ തമിഴ്നാട് തെങ്കാശിയിൽ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്ഥലം നോക്കാൻ വേണ്ടിയായിരുന്നു. ഒരു ചെറിയ പരിപാടി എന്തെങ്കിലും തുടങ്ങാമെന്ന് കരുതി ഒരു സ്ഥലം നോക്കാൻ പോയിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അച്ഛൻ പോന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടെ അങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ. എനിക്കൊരു ട്രിപ്പാവും. അങ്ങനെ ഞങ്ങളതേ പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങി. ഞങ്ങൾ കുറേ വൈകുന്നേരം ആയപ്പോഴാണ് തമിഴ്നാട് എത്തിയത് തന്നെ. കാരണം അത്രയും ദൂരം ഉണ്ടല്ലോ, നല്ല ദൂരമുണ്ട്. നല്ല രസമാണ് കാണാൻ. ഞങ്ങളിങ്ങനെ കണ്ടോണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം അതുപോലെ വ്യൂ ആയിരുന്നു. അവിടെ നമ്മുടെ ആ ഒരു മൺചട്ടിയുടെ കട കണ്ടോ? ഈ ഒരു കട കണ്ടപ്പോൾ ഞങ്ങളൊന്ന് നിർത്തി. കാരണം മക്കേശേട്ടൻ്റെ കിളിക്കുഞ്ഞുങ്ങൾക്കും ഒക്കെ വെള്ളവും തീറ്റയും കൊടുക്കാൻ പാത്രം വാങ്ങിക്കണമായിരുന്നു. ഞങ്ങൾ അവിടെ കയറി പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഇത് കണ്ടോ, ചെടി നടുന്നതാണ് അതൊക്കെ. നല്ല ഇതായിരുന്നു കേട്ടോ. റോഡും ഇതായിരുന്നു കട. അവിടാണ് പ്രത്യേക ഇത് കണ്ടോ, ഈ ഒരു 3 കിളികളുടെ ഈ ഒരു വിസിലിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഊതുവാണെങ്കിൽ കിളികളുടെ ശബ്ദം കേൾക്കും. അതൊരു വെറൈറ്റി ആയിരുന്നു. പക്ഷെ കുറച്ച് പൈസ കൂടുതലായിരുന്നു. ഒരെണ്ണത്തിന് 50 രൂപ കൊണ്ടാണ് കേട്ടോ. ഒരെണ്ണത്തിന് 50 രൂപയാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ 3 എണ്ണം വാങ്ങിച്ച്. പിന്നെ കുറച്ച് വേറെ എന്തൊക്കെയോ വാങ്ങിച്ചവിടുന്ന് അവർ. ഞാനൊന്നും വാങ്ങിച്ചല്ല. പിന്നെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. സത്യത്തിൽ ഇത് കുറച്ച് ലാഗ് അടിക്കുന്ന ഒരു വീഡിയോയാണ്. അതുകൊണ്ട് ആരും പിന്നെ ഒന്നും പറയരുതേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു യാത്ര ഞാൻ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു. ഈ വീഡിയോയിലൊക്കെ ആദ്യമൊന്നും നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പം ഒരുപാടൊന്നും ഇല്ലായിരുന്നു. നമ്മളങ്ങ് തമിഴ്നാട്ടിൽ കയറി അകത്ത്
ഉൾഗ്രാമത്തിലോട്ടൊക്കെ എത്തുന്ന ഒരു സൈഡിലൊക്കെ നിറച്ച് വിൻഡ്മില്ലായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പുറകിലത്തെ സീറ്റിലായിരുന്നു കാറിൻ്റെ. നമ്മൾ കാറേലാണ് പോയത്. നമ്മൾ 4 പേരുണ്ടായിരുന്നു. ഞാൻ, അച്ഛനും മഞ്ചേട്ടനും മക്കേശേട്ടനും, ഞങ്ങൾ 4 പേരും കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പുറകിലാണ് ഇരുന്നത്. ഞാൻ ഇങ്ങനെ എത്തിക്കുത്തി ഫ്രണ്ട് വ്യൂ എടുത്തോണ്ടിരിക്കുവാണ് കാറിൻ്റെ ഇവിടുന്ന്. പിന്നെ എനിക്ക് മഞ്ചേട്ടനെ എടുത്ത് തന്നു കുറച്ച് വീഡിയോസൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഒരു വിൻഡ്മില്ലിൻ്റെ ഒരു ഇതൊക്കെ കിടക്കുന്നു. ഒരു വിൻഡ്മില്ലും അവിടെ ഉണ്ട്. എന്നാൽ പിന്നെ ഒന്ന് ഇറങ്ങി നോക്കിയേക്കാമെന്ന് കരുതി അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ പിന്നെ അതിൻ്റെ നീളം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഈ സാധനമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇതിൻ്റെയൊക്കെ നീളവും വണ്ണവും ഒക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ. ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് വീണ്ടും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. നല്ല ഒരു ഇതായിരുന്നു കേട്ടോ. ഞാനും പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല ഇതായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിൽക്കാൻ നിന്നില്ല. കുറച്ച് നേരം അവിടെ ഇന്ന് അതാരോന്ന് ആ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ അവിടുന്ന് വണ്ടി എടുത്തു പോയി. എങ്ങോട്ട് പോയി? എങ്ങോട്ടോ പോകുന്നു. എനിക്ക് സത്യത്തിൽ ഇവിടുത്തെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നിങ്ങൾ കാറിൽ ഇനിയും നേരെ യാത്ര തുടങ്ങാൻ പോവാണ് വീണ്ടും. ഇനി ഞങ്ങൾ ഗൈസ് കാറിൽ പോവാണ്. അങ്ങനെ നമ്മൾ കാറിലൊക്കെ കയറി കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ തോട്ടത്തിലെത്തി ഗൈസ്. ഇതുണ്ടോ, അത് അവിടെ നമ്മുടെ കാറ് കിടപ്പുണ്ട്. നമ്മൾ ഇതുണ്ട്, ഈ പാടമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫോണിൽ കാണുമ്പോൾ അത്ര ഇല്ലായിരുന്നെങ്കിലും പക്ഷെ ഒറിജിനലായിട്ട് കാണാൻ എന്ത് രസമായിരുന്നു എന്നറിയാവോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മണ്ടത്തരം കാണിച്ചതേ, ഫോൺ തലതിരിച്ച് പിടിച്ചിട്ട് വീഡിയോ എടുത്തു. ആ മണ്ടത്തരം ഞാൻ ഇപ്പോഴാണ് കാണുന്നത് തന്നെ. നല്ല അവിടെ മയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു ആൺമയിലും പെൺമയിലും ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തം 3 മയിലിനെ ഞങ്ങൾ അവിടുന്ന് കണ്ടു. ആ മയിലിനെയൊക്കെ ഞാൻ വീഡിയോ എടുക്കാം അടുത്തോട്ട് പോകാമെന്ന് കരുതും. പക്ഷെ അത് പറഞ്ഞു പോവല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ ഇങ്ങനെ തിരിച്ചു വരും. ഇങ്ങനെയൊക്കെയായിരുന്നു പരിപാടികൾ. ഞാൻ തന്നെ കുറച്ച് നേരം അവിടെ ഒക്കെ ഓടിയും ചാടിയൊക്കെ നടന്നു കണ്ടു. അവിടെ ഈ നെല്ലിക്ക കൃഷി ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നെല്ലിക്കകളും എല്ലാം നിറഞ്ഞൊരു സ്ഥലമായിരുന്നു അത്. എന്താ പറയുക, നല്ല മനോഹരമായ സ്ഥലം. സത്യത്തിൽ ഇങ്ങനൊക്കെ ഓരോരുത്തടുത്ത് പോകുമ്പോഴേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് അവിടെ ചെന്ന് കണ്ടാലേ ഒരു രസമുള്ളൂ. ഞാനെന്തായാലും കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. ഫോണിൻ്റെ ഗാലറി നിറഞ്ഞെന്ന് തന്നെ പറയാം. കാരണം ഞാൻ അതുപോലെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് കൂട്ടി. നമ്മൾ ആണെങ്കിൽ മെയിനായിട്ട് വന്ന കാര്യം തന്നെ മറന്നുപോയി. ഞങ്ങളിവിടെയൊക്കെ ഫോട്ടോയും വീഡിയോയും അതും ഇതൊക്കെ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൽ കൂടെ നടന്നു. അതിൽ കൂടെ നടന്നിട്ട് അപ്പുറത്തോട്ടോ വീണ എൻ്റെ വെള്ളച്ചിരിക്കുന്ന ഉടുപ്പ് ബ്രൗൺ കളറിലായേനെ. പിന്നെ എനിക്ക് മയിൽപ്പീലി കിട്ടി ഗായ്സ്. നല്ല ഒറിജിനൽ മയിൽപ്പീലി. മയിലിൻ്റെ നമുക്ക് ഇവിടുന്ന് കിട്ടിയതാ. ഇവിടെ മയിലൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് മയിലിൻ്റെ പീലി കിട്ടി. ഞാൻ അതിലേക്ക് ഈ ക്യാമറ ഇതിങ്ങനെ തിരിഞ്ഞു പോയതെന്ന്. ഇനി അത് ഞാൻ പിടിച്ചതിൻ്റെ കുഴപ്പമാണോ അതോ എന്താണ്, ഞാൻ തിരിച്ചു വെച്ചതിൻ്റെ കുഴപ്പമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ക്യാമറ തല തിരിഞ്ഞിരിക്കുകയാണ്.
ബാക്കി എൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ അത്രയും ക്യാമറ തല തിരിഞ്ഞിരിക്കും, ബാക്കി എടുക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ നമ്മൾ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസ് എടുക്കാമെന്ന് എൻ്റെ രീതി കാണിച്ചാണ്, അങ്ങോട്ട് ശരിയായില്ല. പോട്ടെ എന്നും പറഞ്ഞ് ഞാൻ കുറച്ച് നേരം സൂര്യനെ നോക്കി ഇങ്ങനെ നിന്നു. നല്ല രസമുള്ള സൂര്യൻ, നല്ല ചുമന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നെല്ലിക്ക പറിക്കാൻ പോയി. നെല്ലിക്ക നല്ല നെല്ലിക്കയായിരുന്നു കേട്ടോ, നല്ല അടിപൊളി നെല്ലിക്കയായിരുന്നു, നല്ല രസം. നമ്മൾ അവിടുന്ന് നെല്ലിക്ക ഒരു കവർ നിറച്ച് പറിച്ച കേട്ടോ. എന്നാൽ അവിടെ ആരും ഇല്ല, അവിടെ നെല്ലിക്ക എടുക്കാനോ പറിക്കാനോ ആരും ഇല്ല. അപ്പോൾ അന്നലായി പോവുക. അപ്പം ഞാൻ കരുതി ഇവിടെ ഞങ്ങൾ കരുതി അതങ്ങ് പറിക്കാമെന്ന്. അതുമല്ല, അവർ തന്നെ ഇങ്ങോട്ട് പറയുമായിരുന്നു നെല്ലിക്ക പറിച്ചുകൊണ്ട് പോക്കോളാൻ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നെല്ലിക്കയൊക്കെ പറിച്ച് വീണ്ടും അവിടുന്ന് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഒരു ചായ കുടിക്കാൻ നിർത്തിയപ്പോഴത്തേക്ക് വൈകുന്നേരമായല്ലോ. അതുകൊണ്ട് തന്നെ ആടിനെയും പശുക്കളെ എല്ലാം വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. അവിടെയാണ് പുള്ളിക്കാരനെ ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നമുക്ക് ചന്തയിലൊന്ന് കയറണമായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. നമ്മളവിടുന്ന് കുറേ മാങ്ങ വാങ്ങിച്ച്, പിന്നെ മാങ്ങ വാങ്ങിച്ചു, ഓസ് വാങ്ങിക്കാനുണ്ടായിരുന്നു, ഓസ് വാങ്ങിച്ചു. ഈ ഓസ് ചന്തയെന്നല്ല കേട്ടോ, ഓസ് നമ്മളെ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചാണ്. ഓസ് വാങ്ങിച്ചു, ഒരുപാട് സാധനം വാങ്ങിച്ചു. ഒരുപാട് സാധനമൊന്നും അത്രയൊന്നും ഇല്ല കേട്ടോ, നല്ല പച്ചമാങ്ങയായിരുന്നു. പിന്നെ നമ്മൾ ഒരു കടയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. ഞാനിവിടെ കയറി കൊക്കക്കോള വാങ്ങിച്ചു. കേക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ കരുതി കേക്ക് വേണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ നല്ല ഭംഗിയുള്ളൊരു ലഡുവോ എന്തുവായിരുന്നു അതിന് പറയുന്നത്, എന്തുവായിരുന്നു, അയ്യോ മറന്നുപോയി ഗൈസ്. ഇപ്പോഴാണ് കിട്ടിയേ. വീണ്ടും മറന്നുപോയി. പേട നല്ല നല്ല ഭംഗിയുള്ളൊരു പേടയും വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോകാൻ. പിന്നെ നമ്മൾ അവിടുന്നും തിരിച്ചങ്ങോട്ട് വരുന്ന വഴിയിൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുക്കണമെന്ന് കരുതിയാണ്. ഞാനങ്ങോട്ട് വ്യൂ കാണുമ്പോൾ ഫോൺ എടുക്കും, നമ്മൾ കുറച്ചുകൂടെ അങ്ങ് പോകും. അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ പാതിരാത്രി 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലെത്തി. ഓക്കെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.